പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. എന്ന് ചിന്തയ്ക്കാനായതുകൊണ്ട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസം ഉടമ്പടി ചെയ്യാതെ അവിടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്നും കൽപ്പിച്ചു. വളരെ ഇന്ന് പ്രഭാതത്തിനെ ബലപ്പെടുത്തിയൊരു വചനം കൂടിയാണ്. ജഡ്ജസ് ചാപ്റ്റർ 2:2 എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. നിങ്ങളോട് നിങ്ങളുടെ പിതാക്കന്മാർ, ഒന്നാമത്തെയും വാക്യവും 2-ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളോടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയില്ല. ഇന്ന് പ്രഭാതത്തിലും പ്രിയപ്പെട്ടവരെ, നമ്മോട് ദൈവം ചെയ്തിരിക്കുന്ന നിയമം, വാഗ്ദത്തം, ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടിയെ ദൈവം ലംഘിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്തിനാണ് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നത്? എന്തിനാണ് തളർന്നിരിക്കുന്നത്? എന്തിനാണ് എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞത് കേട്ട് അങ്ങ് എന്ത് ചെയ്യുന്നു? ഇനി ഒന്നിനും പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, കൊള്ളില്ല, ഇനിയും മുൻപോട്ടും നീങ്ങാൻ ഒന്നും കഴിയുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ നിരാശയുടെ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ദൈവം നിയമം ചെയ്തെങ്കിൽ, ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ ഇവിടെ വായിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? അതെ, ദൈവം സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുവരും. എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കില്ല. കർത്താവിൻ്റെ നിയമത്തെ കർത്താവ് ഒരിക്കലും ലംഘിക്കത്തില്ല കുഞ്ഞെ. ആരെങ്കിലുമൊക്കെ പറഞ്ഞ വാക്ക് മാറിയേക്കാം, ആരെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ സഹായം എന്ത് ചെയ്യുന്നുണ്ട്? അവർ തടഞ്ഞേക്കാം, ആരെങ്കിലും തരാമെന്ന് പറഞ്ഞത് തരാതിരുന്നേക്കാം, ആരെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിൽ കൊണ്ടുപോകാതിരുന്നേക്കാം. പക്ഷെ ദൈവം ഒരു കാര്യം എന്നോടും നിങ്ങളോടും നിങ്ങളുടെ തലമുറകളോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ മനുഷ്യനല്ല. ആരാണ്? സർവശക്തിയുള്ള ദൈവമാണ്, സർവവ്യാപിയായവനാണ്, സർവസമ്പൂർണനായവനാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും നമ്മൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കാതെ, ആരോ ഈ വചനം കേൾക്കുന്ന ആരോ അങ്ങനെ ഭാരപ്പെട്ടിരിക്കുക, അവരും ഇവരുമൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ അയൽവാസികൾ പറഞ്ഞ, ബന്ധുമിത്രാദികൾ പറഞ്ഞ ആ വിഷയത്തെയൊക്കെ കേട്ട് ഇനി അത് നടക്കുകയല്ലെന്ന് പറഞ്ഞു. അല്ല, കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ നിയമത്തെ കർത്താവ് ഒരിക്കലും ലംഘിക്കത്തില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യമായിരിക്കാം, ഒരൊറ്റ വേർഡായിരിക്കും. അത് നിങ്ങളൊന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് അതിനെ നടത്താൻ പോവുക, നിവർത്തിക്കാൻ പോവുക. ആരുടെ ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സ്തോത്രം ശുശ്രൂഷയിൽ ദൈവം അത് നിവർത്തിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എന്നതിനാണ് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിനെ കയ്യിലേൽപ്പിക്കുന്നു. പ്രാർത്ഥനയോടുള്ള സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.